Hi students, in this lecture video we are going to start our third module. Okay, so these are the contents of third module. First one is the subroutines and control abstractions, then differentiate between static and dynamic link, and then calling sequence, parameter passing, generic subroutines and modules, exception handlings, and core routines. Okay, so first of all, we have to know what do you mean by abstraction. We have already discussed in the first module what is an abstraction and which are the different types of abstraction, that is data abstraction and control abstraction. Okay, so abstraction means what? Abstraction means it's an act of representing essential features only without including the background details. Okay, അപ്പോൾ abstraction എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം കാണിക്കുക, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ എല്ലാം എന്ത് ചെയ്ത് വെക്കുക, ഹൈഡ് ചെയ്ത് വെക്കുക. ഓക്കെ, so abstraction is a process by which the programmer can associate a name with a potentially complicated program fragments. Okay, the abstraction എന്ന് പറയുമ്പോൾ mainly two types ഉണ്ട്. Data abstraction എന്ന് പറഞ്ഞാൽ എന്താണ്? We are hiding the data within a name. For example, int a equal to 5, it's a data abstraction. What does it mean? It means we are assigning a value 5 into a name a. Okay, next, control abstraction means what? We are abstracting or we are hiding a set of statements or a well-defined operation behind a name. For example, it's a function like it's an example of control abstraction. Okay, so two types of abstraction നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്തതാണ്, കൺട്രോൾ അബ്സ്ട്രാക്ഷൻ ആൻഡ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. ഓക്കെ, സോ അതിനകത്ത് വരുന്ന അബ്സ്ട്രാക്ഷനകത്ത് വരുന്ന ഒരു ടേമാണ് ഫങ്ഷൻ, അതേ കണക്ക് സബ് റൂട്ടീൻ. ഓക്കെ, ഈ സബ് റൂട്ടീൻ ആൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത് രണ്ടും സെയിം തന്നെയാണ്. ദ ഓൺലി ഡിഫറൻസ് ഇസ് സബ് റൂട്ടീൻ should never return a value, but function should return a value. That is the main difference between a subroutine and function. Okay, അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് സബ്റൂട്ടീൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ subroutines are the principal mechanism for control abstraction in most programming language. Okay, so control abstraction perform ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ if a language support control abstraction, it means we can introduce subroutines in that particular programming language. Subprograms are the fundamental building block of programs and are therefore among the most important concept in programming language design. ഒരു പ്രോഗ്രാമിൻ്റെ ഡിസൈൻ ടൈമിൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് പറയാം? സബ് പ്രോഗ്രാംസ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ യൂസ് ഓഫ് സബ് പ്രോഗ്രാംസ് ഓഫ് ഫങ്ഷൻസ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്? സിക്കകത്ത് നമ്മൾ എന്തിനാണ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഫങ്ഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഡിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യാം, മെമ്മറി യൂട്ടിലൈസേഷൻ കുറയ്ക്കാം, എഫിഷ്യൻസി കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, സോ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡിസൈൻ ടൈമിലാണെങ്കിലും അല്ലെങ്കിൽ തന്നെ ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ് എന്തെന്ന് പറയുന്നത്? സബ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ സബ് റൂട്ടീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, so the reuse result in several different kind of saving including memory space and coding space. Okay, അപ്പം ഫങ്ഷൻ എന്ന് വെച്ചാൽ ഇപ്പം സം കാണാനുള്ള ഫങ്ഷൻ ഞാൻ എഴുതി, എന്നിട്ട് ഞാൻ എഴുതുന്ന പ്രോഗ്രാമിൽ എനിക്ക് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് ഇഫ് ഐ വോണ്ട് ടു ഫൈൻഡ് ദ സം ഓഫ് സം നമ്പേഴ്സ്, നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും സം കാണാനുള്ള കോഡ് നമ്മൾ എഴുതി കൊടുക്കില്ല, പകരം നമ്മൾ എന്ത് ചെയ്യും? വി വിൽ കോൾ ദാറ്റ് ഫങ്ഷൻ. അപ്പം അങ്ങനെ ഫങ്ഷൻ കോൾ ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി സ്പേസും നമുക്ക് റെഡ്യൂസ് ചെയ്യാം. അത് കണക്ക് വീണ്ടും നമ്മൾ ആ കംപ്ലീറ്റ് കോഡ് ചെയ്യുന്നുണ്ട്. വി മൈ ജസ്റ്റ് കോൾ ദാറ്റ് ഫങ്ഷൻ. ദാറ്റ് മീൻസ് കോഡിങ്ങിൻ്റെ ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എ subroutine perform its operation on behalf of a caller who waits for the subroutine to finish before continuing execution. ഓക്കെ, അപ്പം സബ്റൂട്ടീൻ എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത്? ആ ഫങ്ഷനെ ആരെങ്കിലും കോൾ ചെയ്യുന്ന സമയത്താണ്. ആ ഫങ്ഷനെ കോൾ ചെയ്യുന്നവരെ നമ്മൾ എന്തെന്ന് പറയുന്നത്? കോളർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഒരു കോളർ ഫങ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ കോളർ എന്ത് ചെയ്യണം? ഇറ്റ് ഹാസ് ടു വെയിറ്റ് അൺടിൽ ദ കംപ്ലീഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഫങ്ഷൻ. അപ്പോൾ ഒരു ഫങ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫങ്ഷൻ കംപ്ലീറ്റ് എക്സിക്യൂട്ട് ആകുന്നത് വരെ ആ കോളർ എന്ത് ചെയ്യണം? ഇറ്റ് ഹാസ് ടു വെയിറ്റ്. Okay, most subroutines are parameterized. That is, the caller pass arguments that influence the subroutine's behavior or provide it with data on which to operate.
സബ്റൂട്ടീൻസ് ആർ പാരാമീറ്ററൈസ്ഡ് എന്ന് വെച്ചാൽ നമ്മൾ സബ്റൂട്ടീൻ കോൾ ചെയ്യുന്ന ടൈമിൽ മീൻസ് ആ കോളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്യും. ഫംഗ്ഷൻ കോളിനകത്തുള്ള പാരാമീറ്റേഴ്സിനെ നമ്മൾ ആക്ച്വൽ പാരാമീറ്റർ എന്നും ഫംഗ്ഷൻ്റെ ഡെഫിനിഷനകത്തുള്ള പാരാമീറ്റേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, ഫോർമൽ പാരാമീറ്റേഴ്സ് എന്നായിരിക്കും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന ടൈമിൽ ഇഫ് യു ആർ പാസിങ് പാരാമീറ്റേഴ്സ് ദാറ്റ് ഈസ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സബ്റൂട്ടീൻസ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് നമ്മൾ എന്ത് പറയുന്നത് പാരാമീറ്ററൈസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ജനറൽ സബ്റൂട്ടീൻ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു സബ്റൂട്ടീൻ്റെ ജനറൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് എ സബ്റൂട്ടീൻ ഹാസ് എ സിംഗിൾ എൻട്രി പോയിൻറ്റ്. ഒരു സബ്റൂട്ടീന് ഒരു സിംഗിൾ എൻട്രി പോയിൻറ്റേ ഉണ്ടാവുള്ളൂ. എ കോളർ ഇസ് സസ്പെൻഡ് ഡ്യൂറിങ് എക്സിക്യൂഷൻ ഓഫ് ദി കോൾഡ് സബ്റൂട്ടീൻ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ദെയർ ഈസ് ഓൺലി വൺ സബ്റൂട്ടീൻ ഇൻ എക്സിക്യൂഷൻ അറ്റ് എനി ഗിവൺ ടൈം. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ സി പ്രോഗ്രാമിൽ നമ്മൾ മെയിനിൽ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്തപ്പോഴത്തേക്ക് ഒരു മെയിൻ സം എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷനെ കോൾ ചെയ്തു. അപ്പോൾ അവിടെ കോളർ എന്ന് പറയുന്ന ആരാണ്, മെയിനാണ് കോൾ ചെയ്തേക്കുന്നത്. സോ മെയിൻ എന്ന് പറയുന്ന ആളാണ് കോളർ. അപ്പം ഏത് സ്റ്റെപ്പിൽ വെച്ചിട്ടാണോ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് നിന്നാണോ നമ്മുടെ മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ സമ്മിനെ കോൾ ചെയ്തത്, സമ്മിനെ കോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, മെയിനിൻ്റെ എക്സിക്യൂഷൻ തൽക്കാലം അവിടെ നിർത്തും. ഇനി അത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് എന്താണ്, സം എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ആയിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സം എന്ന് പറഞ്ഞ ആ ഫംഗ്ഷൻ കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ, എന്ന് വെച്ചാൽ ആ സം കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്ത് തിരിച്ച് റിട്ടേൺ വന്നതിന് ശേഷമേ എന്ത് ചെയ്യുള്ളൂ, ഈ മെയിനിൻ്റെ ബാക്കി പാർട്ട് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഓക്കെ, then control always return to the caller when the called subroutines executions terminate. ഓക്കെ, അപ്പം നമ്മൾ കോൾ ചെയ്തൊരു ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ സബ്റൂട്ടീൻ്റെ കംപ്ലീറ്റ് എക്സിക്യൂഷൻ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ കൺട്രോൾ എങ്ങോട്ട് പോകും, നമ്മൾ എവിടെയാണോ കോളർ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് അത് അവിടോട്ടായിരിക്കും തിരിച്ച് കൺട്രോൾ പോകുന്നത്. ഓക്കെ, a subprogram call is an explicit request that the called subprogram be executed. അപ്പം സബ്പ്രോഗ്രാം കോൾ എന്ന് പറയുന്നത് നമ്മൾ ഇംപ്ലിസിറ്റ് ആയിട്ടല്ല, ഇൻറ്റേർണലി അല്ല, നമ്മൾ തന്നെ പ്രോഗ്രാമിൽ എന്ത് ചെയ്ത് കൊടുക്കണം, ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ അതിനകത്തൊരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടുന്ന എന്താണ് ഫംഗ്ഷൻ കോൾ നമ്മൾ എക്സ്പ്ലിസിറ്റായിട്ട് തന്നെ നമ്മൾ എഴുതി കൊടുക്കണം. അല്ലാതെ ഇംപ്ലിസിറ്റായിട്ട് എന്ത് ചെയ്യില്ല, അത് കോൾ പെർഫോം ചെയ്യില്ല. A subprogram is said to be active if after having been called it has begun execution but has not yet completed that execution. ഒരു സബ്പ്രോഗ്രാം അല്ലെങ്കിൽ സബ്റൂട്ടീൻ എപ്പോഴാണ് ആക്റ്റീവ് എന്ന് പറയുന്നത്, ആ സബ്റൂട്ടീനെ നമ്മൾ കോൾ ചെയ്തു, അതിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നിടം മുതൽ അതിൻ്റെ എക്സിക്യൂഷൻ ടെർമിനേറ്റ് ആവുന്നതിന് തൊട്ട് മുന്നേ വരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദാറ്റ് സബ്റൂട്ടീൻ ഓർ സബ് പ്രോഗ്രാം ഇസ് ഇൻ ആക്റ്റീവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. Okay, the two fundamental types of subroutines are procedures and functions. Okay, ഈ subroutines എന്ന് പറയുന്നത് ഒന്നുകിൽ procedures ആകാം, ടു കാറ്റഗറി ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം സബ്റൂട്ടീൻസിനെ. സം ഓഫ് ദം ആർ പ്രൊസീജിയേഴ്സ് ആൻഡ് സം ഓഫ് ദം ആർ ടേംഡ് ആസ് ഫങ്ഷൻസ്. ഓക്കെ, പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എ സബ്റൂട്ടീൻ ദറ്റ് ഡസ് നോട്ട് റിട്ടേൺസ് എ വാല്യൂ. എ സബ്റൂട്ടീൻ ദറ്റ് ഡസ് നോട്ട് റിട്ടേൺസ് എ വാല്യൂ, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സബ്റൂട്ടീൻ ദാറ്റ് റിട്ടേൺസ് എ വാല്യൂ. ഓക്കെ, ഞാൻ ഈ ലെക്ചറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഡിഫറൻസ് ബിറ്റ്വീൻ സബ്റൂട്ടീൻ ആൻഡ് ഫംഗ്ഷൻ എന്നാണ് പറഞ്ഞത്. സോറി, അങ്ങനെയല്ല, ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊസീജിയർ ആൻഡ് ഫംഗ്ഷൻ എന്നാണ് കേട്ടോ. അപ്പം സബ്റൂട്ടീൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, പ്രൊസീജിയറും ഉണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സബ്റൂട്ടീൻ വിച്ച് ഡസ് നോട്ട് റിട്ടേൺസ് എ വാല്യൂ, അതാണ് പ്രൊസീജിയർ. Function means what, a subroutine that returns a value. Okay, most subroutines are parameterized and arguments in the time of call are called actual parameters. They are mapped to the subroutine's formal parameter as the time a call occurs. ഓൾമോസ്റ്റ് ഓൾ സബ്റൂട്ടീൻ കോൾസ് എന്ന് പറയുന്നതും പാരാമീറ്ററൈസ്ഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് ആ കോളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്യും. അങ്ങനത്തെ സബ്റൂട്ടീൻസ് നമ്മൾ പാരാമീറ്ററൈസ്ഡ് എന്ന് പറയുന്നത്. ഇനി ആ ഫംഗ്ഷൻ കോളിനകത്തുള്ള പാരാമീറ്റേഴ്സിനെ നമ്മൾ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്നും നമ്മുടെ ഫംഗ്ഷൻ ഡെഫിനിഷനിലിരിക്കുന്ന പാരാമീറ്റേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, ഫോർമൽ പാരാമീറ്റേഴ്സ് എന്നായിരിക്കും പറയുന്നത്. ഓക്കെ, ആക്ച്വലി ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഈ ആക്ച്വൽ പാരാമീറ്റേഴ്സിനെ നമ്മൾ എങ്ങോട്ട് മാപ്പ് ചെയ്യും, ഫോർമൽ പാരാമീറ്റേഴ്സിലോട്ട് മാപ്പ് ചെയ്യും. മോസ്റ്റ് ലാംഗ്വേജ് റിക്വയർസ് സബ്റൂട്ടീൻ ടു ബി ഡിക്ലെയർഡ് ബിഫോർ ദേ ആർ യൂസ്ഡ് ത്രൂ എ ഫ്യൂ ഡു നോട്ട്.
ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും ഒരു സബ് റൂട്ടീൻ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ അതെന്ത് ചെയ്തിരിക്കണം? വി ഷുഡ് ഹാവ് ടു ഡിക്ലെയർ ഇറ്റ്. അത് ഡിക്ലെയർ ചെയ്തിരിക്കണം. എക്സെപ്റ്റ് സം ലാംഗ്വേജസ് സച്ച് ആസ് ഫോർട്രാൻ, സി, ലിസ്പ് എക്സെട്ര. ഓക്കെ, അപ്പം സിക്കകത്ത് നമ്മൾ ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധമില്ല. മീൻസ് ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഫങ്ഷൻ കോൾ വന്നു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഫങ്ഷൻ ഡെഫിനേഷൻ ഉണ്ടായിരിക്കണം എന്നേ ഉള്ളൂ, അല്ലാതെ ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യണമെന്ന് ഇല്ല. ഓക്കെ, declaration allow the compiler to verify that every call to a subroutine is consistent with the declaration. ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദ കമ്പൈലർ ക്യാൻ വേരിഫൈ എന്ന് വെച്ചാൽ ആ ഡിക്ലറേഷനും കോളുമായിട്ട് എന്ന് വെച്ചാൽ ഓരോ ഫങ്ഷൻ കോളിൻ്റെയും കറക്റ്റ് ഡിക്ലറേഷൻസ് അവിടെ ഉണ്ടോ എന്ന് എന്ത് ചെയ്യാൻ പറ്റും? വെരിഫൈ ചെയ്യാൻ പറ്റും. Declaration allow the compiler to verify that every call to a subroutine is consistent with the declaration. എന്ന് വെച്ചാൽ എന്താണ്? ആ ഡിക്ലറേഷൻ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും കോളും ഡിക്ലറേഷനും എന്ന് വെച്ചാൽ ആ കോൾ കറക്റ്റാണോ, ഓരോ പ്രാവശ്യം കോൾ ചെയ്തിരിക്കുന്നത് ഈ ഡിക്ലറേഷനെ ബേസ് ചെയ്ത് തന്നെ ആണോ എന്ന് വെച്ചാൽ, അല്ലാതെ ഈ ഡിക്ലറേഷൻ ഇല്ലാത്ത ആരെങ്കിലും കോൾ ചെയ്തിട്ടുണ്ടോ എന്ന് കമ്പൈലറിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ദറ്റ് ഈസ് ബിഫോർ റൺ ടൈം. കമ്പൈലർ എന്ത് ചെയ്താലും ബിഫോർ എന്താണ്? റൺ ടൈം തന്നെ ആയിരിക്കും. Subroutine header is the first line of the definition, serves several definitions. Subroutine header is the first line of a definition. ഏതൊരു ഫങ്ഷൻ ഡെഫിനിഷൻ അല്ലെങ്കിൽ പ്രൊസീജിയർ ഡെഫിനിഷൻ്റെ ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഹെഡറാണ്. ഓക്കെ, അതിൻ്റെ ഹെഡറാണ്. ഇനി ഹെഡറിനകത്ത് മെയിൻലി വരുന്ന രണ്ട് കാര്യം. നമ്മൾ ജസ്റ്റ് ഒരു സം എന്നുണ്ട് ഫങ്ഷൻ, ഞാൻ സം ഇൻറ്റ് എ ഇൻറ്റ് ബി, നമ്മുടെ സിക്കകത്തുള്ള ഫങ്ഷൻ കോളാണ് സം ബ്രാക്കറ്റിൽ ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി. അതിനകത്ത് ആ സം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ നെയിം ഓഫ് ദി ഫങ്ഷൻ. ഇൻറ്റ് എ ആൻഡ് ഇൻറ്റ് ബി എന്ന് പറഞ്ഞാൽ ദേ ആർ പാരാമീറ്റേഴ്സ്. വിച്ച് പാരാമീറ്റേഴ്സ്? ദേ ആർ ആക്ച്വൽ പാരാമീറ്റേഴ്സ്. ഓക്കെ, അപ്പം ഒരു സബ് റൂട്ടീൻ്റെ ഹെഡറിനകത്ത് രണ്ട് കാര്യങ്ങളുള്ള. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞത് ഹെഡർ പ്രൊവൈഡ്സ് എ നെയിം ഫോർ ദി സബ് റൂട്ടീൻ. സബ് റൂട്ടീൻ്റെ നെയിം കാണും. അതേ കണക്ക് മേ ഓപ്ഷണലി സ്പെസിഫൈസ് എ ലിസ്റ്റ് ഓഫ് പാരാമീറ്റേഴ്സ്. എല്ലാ ഫങ്ഷൻ കോളിനകത്തും ഈ പാരാമീറ്റേഴ്സ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. പാരാമീറ്റേഴ്സ് ഉള്ള ഫങ്ഷൻ കോളിനെ നമ്മൾ പാരാമീറ്ററൈസ്ഡ് സബ് റൂട്ടീൻസ് എന്ന് പറയും. ഓക്കെ, ഇനി കോളിനകത്തുള്ള പാരാമീറ്റേഴ്സിനെ നമ്മൾ എന്ത് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്? ആക്ച്വൽ പാരാമീറ്റേഴ്സ്. നെക്സ്റ്റ്, സബ് റൂട്ടീൻ ഹെഡറിൻ്റെ എക്സാമ്പിളാണ്. ഫോർട്രാനിലാണെങ്കിൽ നമ്മളിങ്ങനെ കൊടുക്കും സബ് റൂട്ടീൻ. ആദ്യമേ സബ് റൂട്ടീൻ എന്ന് പറഞ്ഞ ടേം തന്നെ കൊടുക്കുക, ദ നെയിം ഓഫ് ദി സബ് റൂട്ടീൻ. ആഡറിനാണ് ഇപ്പോഴത്തെ എൻ്റെ സബ് റൂട്ടീൻ്റെ നെയിം, ദെൻ പാരാമീറ്റേഴ്സ്. ഇൻ ദ കേസ് ഓഫ് അഡ ലാംഗ്വേജ് ഞാൻ യൂസ് ചെയ്യുന്ന ടേം പ്രൊസീജിയർ, ദെൻ നെയിം ഓഫ് ദി പ്രൊസീജിയർ ആഡർ, ദെൻ പാരാമീറ്റേഴ്സ്. ഇൻ ദ കേസ് ഓഫ് സിക്കകത്താണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത് റിട്ടേൺ ടൈപ്പാണ്. വാട്ട് ഈസ് ദ വാല്യൂ ദാറ്റ് ഈസ് റിട്ടേൺ ബൈ ദിസ് പർട്ടിക്കുലർ ഫങ്ഷൻ. അത് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും റിട്ടേൺ ചെയ്യാത്തതുകൊണ്ട് വോയിഡ് എന്ന് കൊടുത്തു. വോയിഡ് then name of the function, that is adder, then its parameters. Okay, function declaration are common in C and C++ programs where they are called prototypes. നമ്മൾ നിർബന്ധമില്ല, but we will use function declaration in C and C++. ഓക്കെ, അതിനെ ഫങ്ഷൻ ഡിക്ലറേഷൻ നമ്മൾ എന്തെന്നും പറയും? ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് എന്നും പറയും. Java and C# do not need declaration for this method because there is no requirement that method be defined before they are called in those languages. Okay, so in the case of languages such as Java and C#, there is no need for declaration. അവരെ യൂസ് ചെയ്യുന്നതിന് മുന്നേ അവരെ ഡിക്ലെയർ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നെക്സ്റ്റ് ഇസ് ദ ലേഔട്ട് ഫോർ സ്റ്റോറേജ്. മീൻസ് ഈ സബ് റൂട്ടീൻസിനെ എങ്ങനെയാണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് ഇതിൻ്റെ കുറച്ച് പാർട്ടുകൾ നമ്മൾ പഠിച്ച കാര്യമാണ്. സബ് റൂട്ടീൻസ് നമ്മൾ എവിടെയാണ് മിക്കവാറും സ്റ്റോർ ചെയ്യുന്നത്? സ്റ്റാക്കിലായിരിക്കും അല്ലേ? നമ്മൾ സ്റ്റോറേജ് അലോക്കേഷൻ പഠിച്ചപ്പോഴത്തേക്ക് വി ഹാവ് കം അക്രോസ് സ്റ്റാക്ക് അലോക്കേഷൻ, സ്റ്റാറ്റിക് അലോക്കേഷൻ ആൻഡ് ഹീപ്പ് അലോക്കേഷൻ. ഓക്കെ, സോ the storage assumed by parameters and local variables can be in most language be allocated on a stack. അല്ലേ? സബ് റൂട്ടീൻസിന് നമ്മൾ പറഞ്ഞു ഇൻ ഓൾമോസ്റ്റ് ഓൾ ലാംഗ്വേജസ് ഈ സബ് റൂട്ടീനുമായിട്ട് ബന്ധപ്പെട്ട പാരാമീറ്റേഴ്സും ആ സബ് റൂട്ടീനകത്ത് വരുന്ന ലോക്കൽ വേരിയബിൾസും എല്ലാം നമ്മൾ എവിടെ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്? സ്റ്റാക്കിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ദി അലോക്കേഷൻ ഓഫ് സ്പേസ് ഓൺ എ സബ് റൂട്ടീൻ കോൾഡ് സ്റ്റാക്ക്. Then each routine
as it is called, is given a new stack frame or activation record on the top of the stack. Each subroutine, as it is called, ഓരോ സബ്റൂട്ടീനും കോൾ ചെയ്യുന്ന സമയത്ത് എന്ത് കൊടുക്കും? അവർക്കൊരു ആക്ടിവേഷൻ ന്യൂ സ്റ്റാക്ക് ഫ്രെയിം അല്ലെങ്കിൽ അവർക്കൊരു ആക്ടിവേഷൻ റെക്കോർഡ് കൊടുക്കും. ഓക്കെ, this frame means activation record may contains information such as arguments, then return value, bookkeeping informations, then local variables and temporaries. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞ കാര്യമാണ്. When a subroutine returns, its frame is popped from the stack. അപ്പോൾ എപ്പോഴാണോ ഒരു ഫങ്ഷനെ കോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സബ്റൂട്ടീനെ കോൾ ചെയ്യുന്നത്, ആ ടൈമിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ പുഷ് ഇറ്റ് ഇൻ ടു ദി സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യും. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ആക്ടിവേഷൻ റെക്കോർഡ് കൊടുക്കും. ആക്ടിവേഷൻ റെക്കോർഡിൽ നമ്മൾ ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യും. ഇനി എപ്പോഴാണോ ആ ഒരു ഫങ്ഷൻ കംപ്ലീറ്റ് എക്സിക്യൂഷൻ അല്ലെങ്കിൽ സബ്റൂട്ടീൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്, അന്നേരം നമ്മൾ എന്ത് ചെയ്യും? അറ്റ് ദാറ്റ് ടൈം വി വിൽ പോപ്പ് ഓൾ ദാറ്റ് പെർട്ടിക്കുലർ ഇൻഫർമേഷൻസ് ഫ്രം ദി സ്റ്റാക്ക്. നമ്മൾ സ്റ്റാക്കിൽ നിന്നും അവരെ പോപ്പ് ഔട്ട് ചെയ്യും. സോ ദിസ് ഈസ് എ ലേ ഔട്ട് ഫോർ സ്റ്റോറേജ്. ഓക്കെ, സോ ഇവിടെ കുറച്ച് സബ്റൂട്ടീൻസ് ഉണ്ട്. സബ്റൂട്ടീൻ എ, ബി, സി ആൻഡ് ടി. So we assume here that the subroutine A has been called by the main program. നമ്മൾ കൺസിഡർ ചെയ്യാണ് മെയിൻ ആരെ കോൾ ചെയ്യുന്നു? സബ്റൂട്ടീൻ എനെ കോൾ ചെയ്യുന്നു. ഓക്കെ, അപ്പം ഞാൻ സബ്റൂട്ടീൻ എനെ എന്ത് ചെയ്യും? സ്റ്റാക്കിനകത്ത് പ്ലേസ് ചെയ്തു. ദെൻ വി അസ്യൂം ദാറ്റ് എ ഈസ് കോളിംഗ് ബി. എ എന്തിനെ കോൾ ചെയ്യുന്നു? എ ബീനെ കോൾ ചെയ്യുന്നു. ദെൻ വി ആർ അസ്യൂമിങ് ദാറ്റ് ബി ഈസ് കോളിംഗ് സി. അപ്പം സീനെ ഞാൻ എന്ത് ചെയ്തു? സ്റ്റാക്കിനകത്തോട്ട് കൊടുക്കുന്നു. സി ഈസ് കോളിംഗ് ഡി. അപ്പം ഡീനെ ഞാൻ സ്റ്റാക്കിനകത്തോട്ട് പുഷ് ചെയ്തു. അപ്പം സ്റ്റാക്ക് പോയിൻ്റർ എപ്പോഴും സ്റ്റാക്കിൻ്റെ ടോപ്പിലായിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്. ഇനി ഫ്രെയിം പോയിൻ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കറൻ്റ്ലി ഏത് ഫ്രെയിമാണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് അങ്ങോട്ടായിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഞാനിപ്പം ഇവിടെ നിൽക്കുകയായിരുന്നു, പക്ഷെ ഞാനിപ്പോൾ ആക്ച്വലി എന്താണ് സബ്റൂട്ടീൻ സി എന്ന് പറയുന്ന സബ്റൂട്ടീനാണ് ഞാൻ ആക്ച്വലി റൺ ചെയ്യുന്നത്. സോ അവർക്കൊരു ആക്ടിവേഷൻ റെക്കോർഡ് കൊടുക്കും. ആ ആക്ടിവേഷൻ റെക്കോർഡിൽ ഞാനിപ്പോൾ കറൻ്റ്ലി ഇതാ ഈ സ്പേസിൽ നിൽക്കുന്നു. അപ്പോൾ അവിടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? എൻ്റെ ഫ്രെയിം പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്നത്. അപ്പം ഈ ആക്ടിവേഷൻ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഇൻഫർമേഷൻസ് ആണ്. എന്ന് വെച്ചാൽ ആർഗ്യുമെൻറ്റ്സ്, ദെൻ ടെമ്പററീസ്, ദെൻ ലോക്കൽ വേരിയബിൾസ്, മിസ്ലേനിയസ് ബുക്ക് കീപ്പിംഗ് ഇൻഫർമേഷൻ, റിട്ടേൺ അഡ്രസ്, ഇതെല്ലാം നമ്മൾ ആക്ടിവേഷൻ റെക്കോർഡിലായിരിക്കും കീപ്പപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ എപ്പോഴാണെങ്കിലും ഒരു സബ്റൂട്ടീൻ കോൾ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? ആ സബ്റൂട്ടീനെ നമ്മൾ സ്റ്റാക്കിനകത്തോട്ട് പുഷ് ചെയ്യും. ഓക്കെ, ദെൻ നമ്മൾ സ്റ്റാക്കിൻ്റെ കുറച്ച് റീക്യാപ്പാണ് പറയാൻ പോകുന്നത്. ഈച്ച് റൂട്ടീൻ ആസ് കോൾഡ് ഗെറ്റ് എ ന്യൂ ഫ്രെയിം പുട്ട് ഓൺ ദി ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. അതെ, ഓരോ സബ്റൂട്ടീൻ നമ്മൾ കോൾ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് എന്ത് ചെയ്യും? പുതിയ ഫ്രെയിം. ഇത് എയുടെ ഫ്രെയിം, ഇത് ഫ്രെയിം ഓഫ് ബി, ഫ്രെയിം ഓഫ് സി ആൻഡ് ഫ്രെയിം ഓഫ് ഡി ഓൺ ദി ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. ദെൻ ഇറ്റ് കണ്ടെയ്ൻസ് information such as arguments, return address, bookkeeping, variables and temporaries. With stack allocation, the subroutine frame for the current frame is on the top of the stack. So രണ്ട് പോയിൻറ്റേഴ്സ് ആണ്. എസ് പി എന്ന് പറഞ്ഞത് പോയിൻറ്റ് ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിനെ പോയിൻറ്റ് ചെയ്യും. എഫ് പി എന്ന് പറയുന്നത് ആൻ അഡ്രസ് വിത്ത് ദി ഫ്രെയിം ടോപ്പുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും എന്തെന്ന് പറയുന്നത്? എഫ് പി. To access non-local variables, static link or dynamic link are maintained in the frame. ഇനി ലോക്കൽ വേരിയബിൾസിനെ, ഇപ്പം സിക്ക് സിയുടെ ലോക്കൽ വേരിയബിൾസിനെ അതിൻ്റെ ആക്ടിവേഷൻ റെക്കോർഡിൽ നിന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ബട്ട് ഇഫ് സി വോണ്ട് ടു ആക്സസ് വേരിയബിൾസ് ഓഫ് ബി ഓർ എ, ഇറ്റ് ഷുഡ് ഹാവ് ടു മെയിൻറ്റെയിൻ ഐദർ സ്റ്റാറ്റിക് ലിങ്ക് ഓർ ഡൈനാമിക് ലിങ്ക് ബേസ്ഡ് ഓൺ ദി സ്കോപ്പ് യൂസ്ഡ് ബൈ ദറ്റ് പെർട്ടിക്കുലർ പ്രോഗ്രാം. ഓക്കെ, അപ്പം ലോക്കൽ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ നോ ഡിഫിക്കൽട്ടി, പ്രത്യേകിച്ച് പാടുന്നില്ല. ബട്ട് ഇഫ് ഇറ്റ് വാണ്ട് ടു ആക്സസ് നോൺ ലോക്കൽ വേരിയബിൾസ്, then you have to use either static link or dynamic link based on the scoping that the particular language is using. Static link and dynamic link maintained on stack. Dynamic link allow one to walk back the frame point and linearly down the call stack. Dynamic link എന്താന്ന് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ഡൈനാമിക് ലിങ്ക് എന്ന് വെച്ചാൽ എന്താണ്? മീൻസ് എന്താണ്? ആരാണോ കോൾ ചെയ്തത് അങ്ങോട്ട് പോവുക, അതാണ് ഡൈനാമിക് ലിങ്ക്. സ്റ്റാറ്റിക് ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ പേരൻറ്റിലോട്ട് പോവുക. സ്റ്റാറ്റിക് ലിങ്ക് അല്ലോ വൺ ടു വാക്ക് ബാക്ക് ദി ഫ്രെയിം പോയിൻ്റ് ഫ്രം എ ലെക്സിക്കൽ വ്യൂ പോയിൻ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ജസ്റ്റ് പേരൻറ്റ്.
അതിനകത്തോട്ട് പോകാം. ഡൈനാമിക് ലിങ്ക് എന്ന് പറഞ്ഞാൽ വാക്ക് ബാക്ക് ദ ഫ്രെയിം പോയിൻ്റ് ലീനിയർലി ഡൗൺ ദി കോൾ സ്റ്റാക്ക്. ആരാണോ കോൾ ചെയ്തത് അങ്ങോട്ട് പോകണം. Each stack frame contains a reference to the frame of the lexically surround subroutine. This reference is called statical link. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. അതിൻ്റെ പേരൻറ്റിലോട്ട് പോയിൻ്റ് ചെയ്യണം. അതാണ് സ്റ്റാറ്റിക് ലിങ്ക്. ബൈ അൺലോഗിങ് ദ സേവ്ഡ് വാല്യൂ ഓഫ് എ ഫ്രെയിം പോയിൻ്റ് വിച്ച് വിൽ ബി റീസ്റ്റോർഡ് ഓൺ സബ്റൂട്ടീൻ റിട്ടേൺ ഇസ് കോൾഡ് ഡൈനാമിക് ലിങ്ക്. ഇനി ഡൈനാമിക് ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആവറേജ് എന്ന് പറയുന്ന ഫങ്ഷനാണ് സമ്മിനെ കോൾ ചെയ്തതെങ്കിൽ എന്താണ് ഒരു ഡൈനാമിക് ലിങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ എന്താണ് ഈ ആവറേജിൻ്റെ ലിങ്ക് എങ്ങോട്ട് പോയിൻ്റ് ചെയ്തിരിക്കും, എങ്ങോട്ട് പോയിൻ്റ് ചെയ്തിരിക്കും, സമ്മിലോട്ട് പോയിൻ്റ് ചെയ്തിരിക്കും. കാരണം ആവറേജ് ആണ് ആരെ കോൾ ചെയ്യുന്നത്, സമ്മിനെ കോൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ അസ്യൂം ചെയ്യണം ഈ സം എന്ന് പറയുന്നത് മെയിനകത്തിരിക്കുന്ന ഒരു ഫങ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഈ മെയിനിൻ്റെ ലിങ്ക് എങ്ങോട്ട് പോകണം, സമ്മിലോട്ട് പോകണം. ഇഫ് യു ആർ യൂസിങ് സ്റ്റാറ്റിക് ലിങ്ക്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് ലിങ്ക് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പേരൻ്റ് ഏതാണോ അങ്ങോട്ട് പോയിൻ്റ് ചെയ്യണം. ഡൈനാമിക് ലിങ്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ആരാണോ കോൾ ചെയ്തത് അങ്ങോട്ട് പോയിൻ്റ് ചെയ്യണം. ഓക്കെ, ഇത് രണ്ടും നമ്മൾ ഓൾറെഡി നല്ലതുപോലെ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. The static and dynamic link may or may not be the same depending on whether the current routine was called by its lexical surrounding routine or by some other routine nested in that surrounding routine. Okay. So here example നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. കൺസിഡർ ദർ ഇസ് എ മേജർ സബ് റൂട്ടീൻ എ. എക്കകത്താണ് ബിയും ഇയും, ദെൻ ബിക്കകത്താണ് സി ആൻഡ് ഡി. ഓക്കെ, സോ എ ഈസ് കോളിംഗ് ബി. അപ്പം എനെ മെയിൻ കോൾ ചെയ്യുന്നു കൺസിഡർ ചെയ്യാം. അപ്പം എ നമ്മൾ വെച്ചു. എ ഈസ് കോളിംഗ് ഇനെ കോൾ ചെയ്യുന്നു. അപ്പം എക്ക് തൊട്ട് മുകളിൽ ഞാൻ ഇക്കൊരു ഫ്രെയിം കൊടുത്തു. ഇ ഈസ് കോളിംഗ് ബി. അപ്പം ഇയുടെ മുകളിൽ ഞാൻ ബിക്കൊരു ഫ്രെയിം കൊടുത്തു. ബി ഈസ് കോളിംഗ് ഡി. ഇപ്പം ബിക്ക് മുകളിൽ ഞാൻ ഡിക്കൊരു എന്ത് കൊടുത്തു, ലിങ്ക് കൊടുത്തു. ഡി ഈസ് കോളിംഗ് സി. ഓക്കെ, ഇനി ഈ ബിയുടെയും ഇനി സ്റ്റാറ്റിക് സ്കോപ്പ് ആണെങ്കിൽ ലിങ്ക് എങ്ങനെ സെറ്റ് ചെയ്യുന്നു, ഡൈനാമിക് സ്കോപ്പ് ആണെങ്കിൽ ലിങ്ക് എങ്ങനെ സെറ്റ് ചെയ്യുന്നു എന്നാണ് നോക്കാൻ പോകുന്നത്. ഇഫ് ഈ സിയുടെയും ഡിയുടെയും പേരൻറ്റ്, സിയുടെ പേരൻ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്, ബി ആണ്. ഡിയുടെ പേരൻ്റ് എന്ന് പറയുന്നതും ബി ആണ്. ഓക്കെ, അപ്പം സിയുടെയും ഡിയുടെയും ലിങ്ക് എങ്ങോട്ട് പോയി, ബിയിലോട്ട് പോയി. ദെൻ ബിയുടെ പേരൻ്റ് എന്ന് പറയുന്നത് എ ആണ്, ഇയുടെ പേരൻ്റ് എന്ന് പറയുന്നത് എ ആണ്. അപ്പം ബിയുടെയും ഇയുടെയും ലിങ്ക് എങ്ങോട്ട് പോയി, എയിലോട്ട് പോയി. ഇതാണ് സ്റ്റാറ്റിക് ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ സബ് റൂട്ടീൻസിൻ്റെയും ലിങ്ക് അതിൻ്റെ പേരൻ്റ് എങ്ങോട്ടാണ്, പേരൻ്റ് ഏതാണോ അങ്ങോട്ട് സെറ്റ് ചെയ്ത് പോവുക. ദാറ്റ് ഈസ് സ്റ്റാറ്റിക് ലിങ്ക്. ഇനി ഡൈനാമിക് ലിങ്ക് എന്ന് പറയുന്നത് ജസ്റ്റ് കോൾ ചെയ്യുന്നതനുസരിച്ച് ഇനെ കോൾ ചെയ്തത് ആരാണ്, എ ആണ്. അപ്പം ഇയുടെ ലിങ്ക് എയിലോട്ട് കൊടുക്കുക. ഇനി ബീനെ കോൾ ചെയ്ത് ആരാണ്, ഇ ആണ്. അപ്പം ബിയുടെ ലിങ്ക് ഇയിലോട്ട് കൊടുക്കുക. ഇനി ഡീനെ കോൾ ചെയ്ത് ആരാണ്, ബി ആണ്. അപ്പം ഡിയുടെ ലിങ്ക് ബിയിലോട്ട്. ഇനി സീനെ കോൾ ചെയ്തത് ഡി ആണ്. അപ്പം അതിങ്ങോട്ട് കൊടുക്കുക. ഇതാണ് ഡൈനാമിക് ലിങ്ക്. അപ്പം കോൾ ചെയ്ത എന്താണ് കോളിംഗ് സീക്വൻസ് അനുസരിച്ചാണ് നമ്മൾ ലിങ്ക് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഡൈനാമിക് ലിങ്ക്. ഇനി പേരൻറ്റിനെ നോക്കിയിട്ടാണ് നമ്മൾ ലിങ്ക് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് സ്റ്റാറ്റിക് ലിങ്ക്. ഓക്കെ, നെക്സ്റ്റ് ഇതിപ്പം ഞാൻ പറഞ്ഞത് തന്നെയാണ്. If subroutine D is called directly from B, then clearly B's frame will already be on the stack. If subroutine D എന്ന് പറയുന്ന സബ്റൂട്ടീൻ, ഈ സബ്റൂട്ടീൻ if the subroutine D is called from B, B ആണ് ഡീനെ കോൾ ചെയ്യുന്നെങ്കിൽ ബി എന്ന് പറയുന്നത് ഓൾറെഡി എവിടെ ഇരിക്കണം, ഓൾറെഡി ഫ്രെയിമിലിരിക്കണം. എങ്കിൽ മാത്രമല്ലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡീനെ കോൾ ചെയ്യാൻ പറ്റുള്ളൂ. If subroutine D is called directly from B, then clearly B's frame will already be on the stack. It is not visible in A or E because it is nested inside B. ഈ ഡി എന്ന് പറയുന്നത് ഇതിനകത്താണ് നെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബിയുടെ പേരെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഏതാണ്, എ ആണ്. അത് ആക്ച്വലി ഇയിലും എയിലും അതിനെന്തില്ല, വിസിബിലിറ്റി ഇല്ല. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് വിസിബിൾ ഇൻ എ ഓർ ഇ, ഈ ഡി എന്ന് പറയുന്നത് ഈസ് നോട്ട് വിസിബിൾ ഇൻ എ ഓർ ബി. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് നെസ്റ്റഡ് ഇൻസൈഡ് ബി. എ മൊമെൻറ്റ് ദോ മേക്ക് ക്ലിയർ ദാറ്റ് ഇറ്റ് ഈസ്
only when control enters B that D comes into view. എപ്പോഴാണോ നമ്മുടെ ഫ്രെയിം അല്ലെങ്കിൽ സ്റ്റാക്ക് ബി എന്ന് പറയുന്ന ഈ പോയിന്റിൽ വരുന്നത്, ബി എന്ന് പറയുന്ന പോയിന്റിൽ വരുമ്പോൾ മാത്രമേ ആർക്ക് വ്യൂ വരുന്നുള്ളൂ, ഡിക്കും അതേണക്ക് സിക്കും വ്യൂ വരുന്നുള്ളൂ. എയിലും ഇയിലും നിൽക്കുമ്പം എന്ത് വരില്ല, ഈ ഡീനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴാണോ ഈ ബീനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന അന്നേരമാണ് ഈ ഡിയും സിയും അതേണക്ക് നമ്മുടെ പോയിന്റിലോട്ട് വരുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ therefore be called by C or by any other routine that is nested inside C or D, but only because these are all within B. ഓക്കെ, ഈ ഡീനെ ആർക്കും കോൾ ചെയ്യാൻ വേണമെങ്കിൽ സിക്കും കോൾ ചെയ്യാം, ബിക്കോസ് ഇവരുടെ രണ്ടുപേരുടെയും പേരൻ്റ് എന്ന് പറയുന്നത് ആരാണ്, ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ സബ്റൂട്ടീൻ ഫ്രെയിംസ് ഓർ ആക്ടിവേഷൻ റെക്കോർഡ്. ആക്ടിവേഷൻ റെക്കോർഡിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ഉള്ളത്? സബ്റൂട്ടീനകത്ത് തന്നെ ആർഗ്യുമെൻറ്റ്സ്, അതാണ് റിട്ടേൺസ്, ദെൻ റിട്ടേൺ അഡ്രസ്സ് ഉണ്ട്, ബുക്ക് കീപ്പിംഗ് ഇൻഫർമേഷൻസ് ഉണ്ട്, ആ സബ്റൂട്ടീനകത്തുള്ള ലോക്കൽ വേരിയബിൾസ് ഉണ്ട്, അതാണ് ടെമ്പററി ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ആ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആ ഒരു സബ്റൂട്ടീൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻ്റർമീഡിയറ്റ് വാല്യൂസ് ഒക്കെ സ്റ്റോർ ചെയ്യണമെങ്കിലാണ് ടെമ്പററി സ്റ്റോറേജ് കൊടുക്കുന്നത്. ഓക്കെ, സോ ആക്ടിവേഷൻ റെക്കോർഡ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ all related informations for the execution of a subroutine. ഫ്രെയിമിൽ സ്റ്റാക്കിനകത്ത് ഇപ്പോൾ ഒരു എന്താണ് ഇപ്പോൾ ഒരു ഫങ്ഷൻ കോൾ വന്നു. അപ്പം ഫങ്ഷൻ കോൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ആ ഫങ്ഷനെ എങ്ങോട്ട് അലോക്കേറ്റ് ചെയ്യും, സ്റ്റാക്കിനകത്ത് അലോക്കേറ്റ് ചെയ്യും. ഇനി ആ ഫങ്ഷൻ തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ ഫങ്ഷൻ എന്ത് ചെയ്യും, ഒരു ആക്ടിവേഷൻ റെക്കോർഡ് കൊടുക്കും. ഇനി ആ ഫങ്ഷൻ അല്ലെങ്കിൽ ആ സബ്റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടുന്ന കംപ്ലീറ്റ് ഇൻഫോർമേഷൻസ് എവിടെ ആയിരിക്കും, നമ്മൾ ആക്ടിവേഷൻ റെക്കോർഡിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ആ ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ സബ്റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇൻ്റർമീഡിയറ്റ് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് ഉണ്ടെങ്കിലും അതും നമ്മളെവിടെ സ്റ്റോർ ചെയ്യണം, ആ ആക്ടിവേഷൻ റെക്കോർഡിൽ വേണം സ്റ്റോർ ചെയ്യാൻ. Before a subroutine is executed, the frame must be set up and some field in the frame must be initialized. ഓക്കെ, അപ്പം ഒരു സബ്റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ അതിൻ്റെ ആക്ടിവേഷൻ റെക്കോർഡ് നമ്മൾ സെറ്റപ്പ് ചെയ്ത് അതിനകത്ത് കുറച്ച് ഫീൽഡുകൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് വെക്കണം. ഫോർമൽ പാരാമീറ്റേഴ്സ് മസ്റ്റ് ബി റീപ്ലേസ്ഡ് വിത്ത് ആക്ച്വൽ പാരാമീറ്റേഴ്സ്. ഓക്കെ, അപ്പം ആ ഒരു സബ്റൂട്ടീൻ്റെ എക്സിക്യൂഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അതിനകത്തുള്ള ഫോർമൽ പാരാമീറ്റേഴ്സ് നമ്മൾ ആക്ച്വൽ പാരാമീറ്റേഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്യണം. ദിസ് ഈസ് ഡൺ ഇൻ ദ കോളിംഗ് സീക്വൻസ്. ഓക്കെ, ഇനി കോളിംഗ് സീക്വൻസ് എന്താണെന്ന് പറഞ്ഞാൽ എ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ എ സബ്റൂട്ടീൻ ടു സെറ്റപ്പ് ദി ഫ്രെയിം. കോളിംഗ് സീക്വൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ before and after a subroutine. It's a sequence of instruction that we must execute before and after the execution of a subroutine. അതാണ് കോളിംഗ് സീക്വൻസ്. അപ്പോൾ കോളിംഗ് സീക്വൻസ് വെച്ചും കൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ആക്ടിവേഷൻ റെക്കോർഡിനകത്തുള്ള കുറച്ച് ഇനിഷ്യൽ സെറ്റപ്പ് എല്ലാം നമ്മൾ പെർഫോം ചെയ്യുന്നത്. നൗ വാട്ട് ഈസ് കോളിംഗ് സീക്വൻസ്? ഓക്കെ, കോളിംഗ് സീക്വൻസ് ഈസ് maintaining the subroutine call stack. കോളിംഗ് സീക്വൻസ് എന്താണെന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ സ്റ്റാക്കിലിരിക്കുന്ന സബ്റൂട്ടീനെ കറക്റ്റായിട്ട് കോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പെർഫോം ചെയ്യുന്ന കുറച്ച് സ്റ്റെപ്സ് ആണെന്ന് പറഞ്ഞാൽ കോളിംഗ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ. കോളിംഗ് സീക്വൻസ് ഇസ് ജനറലി ഹാവിങ് 3 കമ്പോണൻറ്റ്സ്. കോളിംഗ് സീക്വൻസിന് വേണ്ടി 3 കമ്പോണൻറ്റ്സാണ് ഉള്ളത്. കമ്പോണൻറ്റ് നമ്പർ 1 എന്ന് പറയുന്നത് ദ കോഡ് എക്സിക്യൂട്ടഡ് ബൈ ദി കോളർ ഇമ്മീഡിയറ്റ്ലി ബിഫോർ ആൻഡ് ആഫ്റ്റർ സബ്റൂട്ടീൻ കോൾ. മൊത്തം 3 കാര്യങ്ങളാണ് എന്താണ് കോളിംഗ് സീക്വൻസിലുള്ള. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫങ്ഷൻ നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞ് എന്താ ചെയ്യുന്നത്, കുറച്ച് സ്റ്റെപ്സ് എക്സിക്യൂട്ട് ചെയ്തില്ലേ, ആ ഫങ്ഷനെ എക്സിക്യൂട്ട് ചെയ്തില്ല, അതാണ് ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ. അനദർ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ടൈംഡ് ആസ് പ്രൊലോഗ്. പ്രൊലോഗ് മീൻസ് കോഡ് എക്സിക്യൂട്ടഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ സബ്റൂട്ടീൻ. എന്നുവെച്ചാൽ ആ സബ്റൂട്ടീൻ നമ്മൾ കോൾ ചെയ്യുന്ന ഉടനെ ഡയറക്റ്റ്ലി ആ സബ്റൂട്ടീനകത്തുള്ള ഫസ്റ്റ് സ്റ്റെപ്പല്ല എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതിന് മുന്നേ കുറച്ച് ഇനീഷ്യൽ പ്രോസസ്സിങ് പെർഫോം ചെയ്യുന്നത്. വെച്ചാൽ ആ ഒരു സബ്റൂട്ടീൻ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കണം. അതിനാണ് എന്തെന്ന് പറയുന്നത്, ആ ഒരു കോഡിനാണ് പ്രൊലോഗ് എന്ന് പറയുന്നത്. പ്രൊലോഗ് മീൻസ് ദ കോഡ് എക്സിക്യൂട്ടഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ സബ്റൂട്ടീൻ. എന്ന് വെച്ചാൽ ആക്ച്വലി നമ്മൾ സബ്റൂട്ടീനിലെ സ്റ്റെപ്പ് നമ്പർ 1 സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതിന് മുന്നേ എക്സിക്യൂട്ട് ചെയ്യുന്ന കുറച്ച് കോഡാണ് പ്രൊലോഗ് എന്ന് പറയുന്നത്. ഈ പ്രൊലോഗ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക്
നമ്മുടെ സബ് റൂട്ടീനകത്തുള്ളതാണ്ട് ഈ ഒരു പാർട്ട് എക്സിക്യൂട്ട് വെച്ചാൽ ദ കോഡ് എക്സിക്യൂട്ടഡ് ബൈ ദ കോളർ ഇമ്മീഡിയറ്റ്ലി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ സബ് റൂട്ടീനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യാം. ഇനി സബ് റൂട്ടീനിലെ ലാസ്റ്റ് സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, വി വിൽ റൺ എ എപ്പിലോഗ് എന്ന് പറഞ്ഞാൽ കോഡ് എക്സിക്യൂട്ടഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി സബ് റൂട്ടീൻ. ഓക്കെ, അപ്പം കോളിംഗ് സീക്വൻസിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രൊലോഗ് മീൻസ് വാട്ട്, ദ കോഡ് executed before starting the first statement of subroutine. അതാണ് പ്രൊലോഗ് റൺ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, വി വിൽ എക്സിക്യൂട്ട് ദി സബ് റൂട്ടീൻ. ആഫ്റ്റർ എക്സിക്യൂട്ട് ചെയ്യുന്ന സബ് റൂട്ടീൻ വി വിൽ റൺ ദി എപ്പിലോഗ് എന്ന് പറഞ്ഞാൽ മീൻസ് കോഡ് എക്സിക്യൂട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി സബ് റൂട്ടീൻ. ഓക്കെ, ഓക്കെ, അപ്പം ഇതാണ് കോളിംഗ് സീക്വൻസ് കോഡ്. ഇതൊരു കോളിംഗ് സീക്വൻസ് കോഡ്. ഞാൻ ഫൂ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷനെ കോൾ ചെയ്തു. ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഞാൻ എന്ത് ചെയ്യും, ഒരു പ്രൊലോഗ് കോഡ് ഞാൻ റൺ ചെയ്യും. എന്നുവെച്ചാൽ ഡയറക്റ്റ്ലി ഞാൻ എന്തില്ല, ഞാൻ ഫൂവിലെ ഫസ്റ്റ് സ്റ്റെപ്പല്ല, ബോഡി ഓഫ് ദ ഫൂ അല്ല കൊടുക്കുന്നത്, പകരം ഫൂ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ നെയിമാണ്. ആദ്യം ഞാൻ പ്രൊലോഗ് കുറച്ച് കോഡ് മീൻസ് കുറച്ച് ഇനിഷ്യലൈസേഷൻസാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ആ സബ് റൂട്ടീൻ റൺ ചെയ്യാൻ വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യും. അതാണ് പ്രൊലോഗ് കോഡ്. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ സബ് റൂട്ടീൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, വി വിൽ റൺ ദി എപ്പിലോഗ് കോഡ്. ഓക്കെ, so the term calling sequence is used to refer to the combination operation of the caller, the prologue and the epilogue. ഇത് മൂന്നും കൂടെ ചേർന്നാണ് എന്തെന്ന് പറഞ്ഞാൽ കോളിംഗ് സീക്വൻസ്. ഓക്കെ, നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം. അതിന് മുന്നേ എന്താണ് combined operation, refers to the combined operations of the caller, then prologue and epilogue. Maintenance of the subroutine call stack is the responsibility of the calling sequence. അപ്പോൾ കോളിംഗ് സീക്വൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണത് ഈ സബ് റൂട്ടീനെ എന്ത് ചെയ്യുക, സ്റ്റാക്കിൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. കോളിംഗ് സീക്വൻസ് റെഫേഴ്സ് ടു ദ കോഡ് എക്സിക്യൂട്ടഡ് ബൈ ദ കോളർ ഇമ്മീഡിയറ്റ്ലി ബിഫോർ ആൻഡ് ആഫ്റ്റർ എ സബ് റൂട്ടീൻ കോൾ and of the prologue, that means code executed at the beginning, and epilogue means code executed at the end of the subroutine itself. The calling sequence is the code a caller execute to set up a new subroutines. അപ്പം ഒരു പുതിയ സബ് റൂട്ടീൻ്റെ കോളിനെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു എന്താണ് സീക്വൻസ് ആണ് എന്തെന്നത് കോളിംഗ് സീക്വൻസ് എന്ന് പറഞ്ഞത്. ഇനി അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് മീൻസ് കോളിംഗ് സീക്വൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ തുടങ്ങുന്നതിന് മുന്നേയും കുറച്ച് വെച്ചാൽ ആ ഒരു സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേയും കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതേ കണക്ക് സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷവും ഈ കോളിംഗ് സീക്വൻസിന് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പം കോളിംഗ് സീക്വൻസിന് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ സബ് റൂട്ടീൻ എക്സിക്യൂഷൻ തുടങ്ങുന്നതിന് മുന്നേയും കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതാണ് ഈ സബ് റൂട്ടീൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, സോ ഈ നമ്മുടെ സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള റെസ്പോൺസിബിലിറ്റിയാണ് ഓൺ ദ വേ ഇൻ എന്ന് വെച്ചാൽ നമ്മൾ കോളിംഗ് സബ് റൂട്ടീൻ റൺ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഉള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ പാസ് പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്യുക എന്ന് വെച്ചാൽ കോൾ ചെയ്തല്ലോ, അപ്പം ആക്ച്വൽ കോൾസിനെ ആക്ച്വൽ പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്യുക. സേവ് റിട്ടേൺ അഡ്രസ്സ്, തിരിച്ച് വരേണ്ട അഡ്രസ്സ് റിട്ടേൺ ചെയ്യുക. ചേഞ്ച് പ്രോഗ്രാം കൗണ്ടർ, ഇപ്പം ആക്ച്വലി ഇപ്പം ഞാൻ ഇപ്പോഴാണ് ഒരു മെയിൻ എന്ന് പറയുന്ന മെയിൻ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 3 നിന്നപ്പോഴാണ് ഒരു ഫങ്ഷൻ കോൾ വന്നത്. അപ്പം ആക്ച്വലി പ്രോഗ്രാം കൗണ്ടറിൽ അടുത്തിരിക്കുന്ന നമ്മുടെ ഇൻസ്ട്രക്ഷൻ 4ൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് 3 നിന്നപ്പോഴാണ് ഫങ്ഷൻ കോൾ വന്നത്. അപ്പോൾ അടുത്തിരിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 4 എന്ന് പറയുന്നത് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പായിരിക്കും. പക്ഷേ എൻ്റെ കൺട്രോൾ അങ്ങോട്ടാണ് പോകേണ്ടത്. അടുത്തൊരു ഫങ്ഷൻ കോൾ ആണെങ്കിൽ ഡയറക്റ്റ്ലി ഇനി എൻ്റെ സ്റ്റെപ്സിന് എങ്ങോട്ടാണ് ആ ഫങ്ഷൻ്റെ ഡെഫിനിഷൻ എവിടെയാണോ എഴുതിയിരിക്കുന്നത് അങ്ങോട്ട് പോകണം. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് പോയി അവിടെ കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം തിരിച്ച് ഞാൻ എങ്ങോട്ട് വരണം, ഈ സ്റ്റെപ്പ് നമ്പർ 4 വരണമല്ലോ. അപ്പോൾ അത് സേവ് ചെയ്യുന്നതാണ് ചേഞ്ച് പ്രോഗ്രാം കൗണ്ടർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. കാരണം ഇനി തൊട്ടടുത്തത് എന്താണ് എക്സിക്യൂട്ട് ചെയ്യുക, എനിക്ക് ആ ഫങ്ഷൻ ഡെഫിനിഷണൽ സ്റ്റേറ്റ്മെൻറ്റ് വേണം എക്സിക്യൂട്ട് ചെയ്യാൻ. അപ്പോൾ അങ്ങോട്ട് മാറ്റി കൊടുക്കുക. സ്റ്റാക്കിൻ്റെ പോയിൻ്റർ മാറ്റി കൊടുക്കുക. രജിസ്റ്റേഴ്സ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, റൈറ്റ് ചെയ്ത് വെക്കുക. ഫ്രെയിം പോയിൻ്റർ മാറ്റി കൊടുക്കുക. ഇനിഷ്യലൈസേഷൻ കോഡ് ഫോർ ന്യൂ ഒബ്ജക്റ്റ് ഇൻ ദി
ഫ്രെയിം പോയിൻ്റ് ഇനിഷ്യലൈസേഷൻസ് പെർഫോം ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രൊലോഗ് എന്ന് പറഞ്ഞ് ചെയ്യുന്നത്. ഓക്കെ, പ്രൊലോഗ് എന്നുവെച്ചാൽ സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ പാസ് ദി പാരാമീറ്റേഴ്സ്, സേവ് റിട്ടേൺ അഡ്രസ്, ചേഞ്ച് പ്രോഗ്രാം കൗണ്ടർ, ചേഞ്ച് സ്റ്റാക്ക് പോയിൻറ്റർ, save register that may be overwritten, change frame pointer to new frame, and initializing the code for new object in the new frame. Then അതിനുശേഷം ഇത് ഇത്രയും പെർഫോം ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും, വി ക്യാൻ എക്സിക്യൂട്ട് ദി സബ് റൂട്ടീൻ. ദെൻ ഓൺ ദ വേ ഔട്ട് മീൻസ് ആഫ്റ്റർ ദി എക്സിക്യൂഷൻ ഓഫ് സബ് റൂട്ടീൻ നമ്മളിനി എന്ത് ചെയ്യണം, പാസിങ് റിട്ടേൺ പാരാമീറ്റേഴ്സ് ഓർ വാല്യൂ. ആ സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ റിസൾട്ട് ഉണ്ടല്ലോ, അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് പാസ് ചെയ്യാം. ദെൻ എക്സിക്യൂട്ടിങ് ഫൈനലൈസേഷൻ കോഡ് ഫോർ ലോക്കൽ വേരിയബിൾസ്. ദെൻ ഡീഅലോക്കേറ്റിംഗ് ദി സ്റ്റാക്ക് ഫ്രെയിംസ്. സ്റ്റാക്ക് ഫ്രെയിമിനെ എന്ത് ചെയ്യുക, ഡീഅലോക്കേറ്റ് ചെയ്യുക. റീസ്റ്റോറിങ് എന്ന് വെച്ചാൽ രജിസ്റ്റേഴ്സ്. റീസ്റ്റോറിങ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, അത് റീസ്റ്റോർ ചെയ്യുക. ദെൻ റീസ്റ്റോർ ദി PC. അതണക്ക് പ്രോഗ്രാം കൗണ്ടറും എന്ത് ചെയ്യുക, റീസ്റ്റോർ ചെയ്യുക. സോ ദിസ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി കോളിംഗ് സീക്വൻസ്. അപ്പോൾ കോളിംഗ് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് എന്താണ്, കോൾ ചെയ്യുക, കോൾ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത്. ദെൻ പ്രൊലോഗ് ആൻഡ് എപ്പിലോഗ്. ഓക്കെ, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഓൺ ദ വേയിൽ ഇതൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി. മീൻസ് പ്രൊലോഗാണ് ഈ ചെയ്യുന്നത്. ഓൺ ദ വേ ഔട്ട് എന്ന് പറയുന്നത് എപ്പിലോഗിൻ്റെ ആണ്. ഓക്കെ, സോ ഓൺ ദ വേയിൽ എന്താ ചെയ്യുന്നത്, വി ഹാവ് ടു പാസ് ദി പാരാമീറ്റേഴ്സ്, സേവ് റിട്ടേൺ അഡ്രസ് എന്ന് വെച്ചാൽ ആ ഒരു ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം തിരിച്ചെനിക്ക് വരണമല്ലോ. അപ്പം കറൻ്റ്ലി നിൽക്കുന്ന അഡ്രസ്സ് എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. സേവ് റിട്ടേൺ അഡ്രസ്, ദെൻ പ്രോഗ്രാം കൗണ്ടർ ചേഞ്ച് ചെയ്യുക, ചേഞ്ച് സ്റ്റാക്ക് പോയിൻറ്റർ, സേവ് registers that may be overwritten, change frame pointer to new frame, initializing code for new object in the new frame. On the way out എന്തൊക്കെയാണ്, പാസിംഗ് പാരാമീറ്റേഴ്സ് or values, executing finalization code for local objects, deallocating the stack frame, restoring the register, and restoring the PC. Then some of these tasks, that is example parameter passing, must be performed by the caller because they differ from call to call. ഓക്കെ, ഈ പാരാമീറ്റർ പാസിംഗ് ഒന്നും പ്രൊലോഗ് ചെയ്യണം എന്നില്ല, അതും ആര് പെർഫോം ചെയ്യും, ഇറ്റ് മേ ബി പെർഫോംഡ് ബൈ ദി കോളർ. മോസ്റ്റ് ഓഫ് ദി ടാസ്ക് ക്യാൻ ബി പെർഫോംഡ് ഐദർ ബൈ ദി കോളർ ഓർ ദി കോളി. കോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ, കോളർ മീൻസ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതാണ് കോളർ. ഇനി ഏത് ഫംഗ്ഷനെയാണോ നമ്മൾ കോൾ ചെയ്തത് അതാണ് കോളി. ഓക്കെ, സ്പേസ് ഈസ് സേവ്ഡ് ഇഫ് വർക്ക് ഈസ് മോസ്റ്റ്ലി ഡൺ ബൈ കോളി. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ കോളിയാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ സ്പേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. എനിത്തിങ് ഡൺ ഇൻ കോളി അപ്പിയർ ഓൺലി വൺസ് ഇൻ ദി ടാർഗറ്റ് പ്രോഗ്രാം. എനിത്തിങ് ഡൺ ബൈ കോളർ ഹാസ് ടു അപ്പിയർ ബിഫോർ ആൻഡ് ആഫ്റ്റർ എവറി കോൾ ഇൻ ദി ഫൈനൽ കമ്പൈൽഡ് കോഡ്. അതാണ് പ്രത്യേകത. സോ ദിസ് ഈസ് എ ടിപ്പിക്കൽ കോളിംഗ് സീക്വൻസ്. ഈ ഒരു സ്റ്റാക്ക് ഫ്രെയിം നമ്മൾ ഓൾറെഡി കഴിഞ്ഞതാണ്. നമ്മൾ റിട്ടേൺ അഡ്രസ്സ് സേവ് ചെയ്യുന്നു, ദെൻ ഫയൽ ഫ്രെയിം പോയിൻ്റർ സേവ് ചെയ്യുന്നു, രജിസ്റ്റേഴ്സ് സ്റ്റാറ്റിക് ലിങ്കുകളുണ്ടെങ്കിൽ സേവ് ചെയ്യുന്നു, സബ് റൂട്ടിൻ്റെ ലോക്കൽ വേരിയബിൾസ് സ്റ്റോർ ചെയ്യുന്നു, ടെമ്പററീസ് വല്ലതും ഉണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യുന്നു, ആർഗ്യുമെൻറ്റ്സ് ടു കോൾഡ് റൂട്ടീൻസ് നമ്മൾ സേവ് ചെയ്യുന്നു. ഓക്കെ, ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഈ ഒരു സ്റ്റാക്കിൻ്റെ ഫ്രെയിം വാട്ട് നീഡ് ടു ബി ഡൺ ഇൻ ദി കോളിംഗ് സീക്വൻസ്. അത് തന്നെയാണ് നമ്മൾ വീണ്ടും 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 പറയുന്നത്, വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ദി കോളിംഗ് സീക്വൻസ്. കോളിംഗ് സീക്വൻസ് എന്ന് പറയുമ്പോൾ 3 സ്റ്റെപ്സ് ആണ് ഉള്ളതെന്ന് ഓർത്തിരിക്കുക. സോ ബിഫോർ ദ സബ് റൂട്ടീൻ കോഡ് ക്യാൻ ബി എക്സിക്യൂട്ടഡ്. സബ് റൂട്ടീൻ്റെ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ കോളർ കോഡ് ബിഫോർ ദ റൂട്ടീൻ പ്ലസ് പ്രൊലോഗ്, നമുക്ക് കുറച്ച് കോഡ് നമുക്ക് ചെയ്യണം. ദാറ്റ് ഈസ് പ്രൊലോഗ് നമ്മൾ പെർഫോം ചെയ്യണം. എന്തൊക്കെയാണ്, സെറ്റപ്പ് ദി സബ് റൂട്ടീൻ ഫ്രെയിം. സബ് റൂട്ടീൻ ഏത് സബ് റൂട്ടീനാണോ റൺ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഫ്രെയിം സെറ്റപ്പ് എന്ന് വെച്ചാൽ അതിൻ്റെ ആക്ടിവേഷൻ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാം. കമ്പ്യൂട്ട് ദി പാരാമീറ്റേഴ്സ് ആൻഡ് പാസ് ദി പാരാമീറ്റേഴ്സ്. ആ ഫങ്ഷൻ കോൾ അല്ലെങ്കിൽ സബ് റൂട്ടീൻ കോളിനകത്ത് നമ്മൾ എത്ര പാരാമീറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കുക, അവരെ ഫോർമുലയിലോട്ട് പാസ് ചെയ്യുക. സേവ് ദി റിട്ടേൺ അഡ്രസ്. ഈ ഫങ്ഷൻ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വരേണ്ട അഡ്രസ്സ് നമ്മൾ സേവ് ചെയ്യുക. ദെൻ ഈ ഫങ്ഷൻ കോളിന് അല്ലെങ്കിൽ സബ് റൂട്ടീൻ കോളിന് മുന്നേ എന്തെങ്കിലും വാല്യൂസൊക്കെ രജിസ്റ്റേഴ്സിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സേവ് ചെയ്യുക. ഇനി സ്റ്റാക്കിൻ്റെ പോയിൻ്റർ, ഇനിയിപ്പോൾ ഒരു ഫങ്ഷൻ കോളാണല്ലോ, അപ്പം
ഏത് ഫംഗ്ഷനെയാണോ നമ്മൾ കോൾ ചെയ്തത് അങ്ങോട്ട് സ്റ്റാക്ക് പോയിൻ്റർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതേ കണക്ക് ഫ്രെയിം പോയിൻ്റർ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇനി എന്താണ് പ്രോഗ്രാമിൻ്റെ കൗണ്ടർ നമ്മൾ ചേഞ്ച് ചെയ്യണം. ദെൻ അതിനുശേഷം എക്സിക്യൂട്ട് ഇനിഷ്യലൈസേഷൻ കോഡ് വെൻ നീഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. പ്രലോഗ് എന്ന് പറഞ്ഞ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഓക്കെ. ദെൻ അടുത്തത് ആഫ്റ്റർ ദി സബ്റൂട്ടീൻ കോഡ് ഈസ് എക്സിക്യൂട്ടഡ്, എപ്പിലോഗ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ്. ആദ്യമേ റിമൂവ് ദി സബ്റൂട്ടീൻ ഫ്രെയിം. മീൻസ് ആക്ച്വലി ചെയ്യുന്നത് ആക്ച്വലി ചെയ്യുന്നത് എന്താണ്, ആ ഒരു ആക്ടിവേഷൻ റെക്കോർഡിന് ആ ഒരു സബ്റൂട്ടീൻ കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ഒരു സബ്റൂട്ടീനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പം സബ്റൂട്ടീനെ റിമൂവ് ചെയ്യുന്ന പറഞ്ഞാൽ ആ ആക്ടിവേഷൻ റെക്കോർഡ് നശിപ്പിച്ച്, അല്ലെങ്കിൽ ആ ഒരു സബ്റൂട്ടീനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റാക്കിൽ നിന്നും റിമൂവ് ചെയ്യുന്നു. അപ്പോൾ അതിന് മുന്നേ വി ഹാവ് ടു പാസ് ദ റിസൾട്ട് തിരിച്ച് നമ്മൾ ആരാണോ കോൾ ചെയ്തത് കോളറിലോട്ട് പാസ് ചെയ്യണം. ഈ ഫൈനലൈസേഷൻ കോഡ് ഫോർ ലോക്കൽ ഒബ്ജക്ട്സ് അത് റൺ ചെയ്യണം. ഡിഅലോക്കേറ്റിംഗ് ദി ഫ്രെയിം സ്റ്റാക്ക്, ഫ്രെയിമിലിരിക്കുന്ന സ്റ്റാക്കിൽ എന്ത് ചെയ്യാം, നമ്മൾ എല്ലാം ഡിഅലോക്കേറ്റ് ചെയ്യാം. അവരെ ഡിഅലോക്കേറ്റ് ചെയ്തിട്ട് പഴയ വാല്യൂസ് എല്ലാം റീസ്റ്റോർ ചെയ്ത് വെക്കുക. Restoring saved registers and PCs. Some of the operations must be performed by the caller, other can either be done by ചില ഓപ്പറേഷൻസ് കോളർ തന്നെ പെർഫോം ചെയ്യണം. ബാക്കി കാര്യങ്ങളൊക്കെ either callee or caller can perform, but operations performed by callee is much better than performed by caller. To maintain this stack layout, the calling sequence must operate as the following. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും പറയുന്നത് കേട്ടോ. അപ്പോൾ കോളർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ, ഫംഗ്ഷനെ അല്ലെങ്കിൽ സബ്റൂട്ടിനെ കോൾ ചെയ്യുന്നതാണ് കോളർ. ഇപ്പോൾ മെയിൻ സം എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണെങ്കിൽ മെയിൻ ഇസ് ദ കോളർ ആൻഡ് സം ഇസ് ദി കോളി. ഓക്കെ. സോ ഒരു ഫംഗ്ഷൻ സബ്റൂട്ടീൻ കോൾ വന്നു കഴിഞ്ഞാൽ കോളർ എന്തൊക്കെ ചെയ്യണം എന്നാണ് ഈ പറയുന്നത്. സേവ് എനി കോളർ സേവ് രജിസ്റ്റേഴ്സ് ഹൂസ് വാല്യൂ വിൽ ബി നീഡഡ് ആഫ്റ്റർ ദി കോൾ. അപ്പോൾ കറൻ്റ്ലി ഈ കോളറിന് കുറച്ച് രജിസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനകത്തുള്ള വാല്യൂസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുക. കാരണം ഈ കോൾ ചെയ്ത ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് നമ്മൾ ഈ പൊസിഷൻ തന്നെ വരത്തില്ല. അപ്പോൾ നമുക്ക് പഴയ വാല്യൂസ് എല്ലാം വേണമല്ലോ. സോ ഇറ്റ് ഹാസ് ടു സേവ് ഓൾ ഇറ്റ്സ് രജിസ്റ്റേഴ്സ്. കമ്പ്യൂട്ട് ദ വാല്യൂ ഓഫ് ദ ആർഗ്യുമെൻറ്റ് ആൻഡ് മൂവ് ദം ഇൻ ടു ദ സ്റ്റാക്ക് ഓർ രജിസ്റ്റേഴ്സ്. കമ്പ്യൂട്ട് ദ വാല്യൂ ഓഫ് ദ ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ ആ ഫംഗ്ഷൻ കോളിനകത്തുള്ള ആർഗ്യുമെൻറ്റ്സിൻ്റെ നോക്കുക, അവരെ കറക്റ്റായിട്ട് സ്റ്റാക്കിലോട്ട് മൂവ് ചെയ്യുക. കമ്പ്യൂട്ട് ദി സ്റ്റാറ്റിക് ലിങ്ക്സ്. ഇനി സ്റ്റാറ്റിക് ലിങ്ക്സ് കമ്പ്യൂട്ട് ചെയ്തിട്ട് അവരെയും നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു പാസ് ഇറ്റ്. ഓക്കെ. യൂസ് എ സ്പെഷ്യൽ സബ്റൂട്ടീൻ കോൾ ഇൻസ്ട്രക്ഷൻ ടു ജംപ് ടു ദി സബ്റൂട്ടീൻ സൈമൾട്ടേനിയസ്ലി പാസിങ് ദ റിട്ടേൺ അഡ്രസ് ഓൺ ദി സ്റ്റാക്ക് ഓർ ഇൻ എ രജിസ്റ്റർ. അപ്പം ഒരു ജംപ് ഇൻസ്ട്രക്ഷൻ നമ്മൾ പാസ് ചെയ്യണം, അതാണ് റിട്ടേൺ അഡ്രസ്സും നമ്മൾ കൊടുക്കണം. ഇത് ഇത്രയും ആരാ ചെയ്യുന്നത്, ഓൾ ദിസ് ആർ പെർഫോംഡ് ബൈ ദി കോളർ. ഓക്കെ. In its prologue, the callee, ഇനി പ്രൊലോഗ് ടൈമിൽ കോളി എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അലോക്കേറ്റ് എ ഫ്രെയിം ബൈ സബ്ട്രാക്റ്റിംഗ് ആൻ അപ്രോപ്രിയേറ്റ് കോൺസ്റ്റൻറ്റ് ഫ്രം ദി സ്റ്റാക്ക് പോയിൻ്റ്. ഒരു ഫ്രെയിം, അപ്പോൾ ആ സബ്റൂട്ടീൻ റൺ ചെയ്യാൻ വേണ്ടുന്ന ഒരു ആക്ടിവേഷൻ റെക്കോർഡ് അല്ലെങ്കിൽ ഫ്രെയിം പോയിൻ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. സേവ് ദ ഓൾഡ് ഫ്രെയിം പോയിൻ്റ് ഇൻ ടു ദി സ്റ്റാക്ക് ആൻഡ് അസൈൻ ഇൻ ടു ദി അപ്രോപ്രിയേറ്റ് ന്യൂ വാല്യൂ. Save any callee saved register that may be overwritten by the current subroutine. Then after the subroutine has completed the epilogue. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് പ്രൊലോഗിൽ കോളർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത്രയും പറഞ്ഞത്. പ്രൊലോഗിൽ കോളർ ചെയ്യേണ്ടതാണ് ഇത്രയും. പിന്നെ പറഞ്ഞത് പ്രൊലോഗിൽ കോളി ചെയ്യേണ്ടതാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്, ആഫ്റ്റർ ദി സബ്റൂട്ടീൻ has completed execution, epilogue എന്ത് ചെയ്യണം, move the return value into the register or a reserved location. Restore callee save register if needed. Restore the stack point and frame point. Jump back to the return address. ഇതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്. ഏറ്റവും ലാസ്റ്റ് ഫൈനലി ദ കോളർ മൂവ് ദ റിട്ടേൺ അഡ്രസ് ടു wherever it is needed. Restore caller save registers if needed. Most part of the calling sequence prologue and epilogue can be omitted in common cases. So that's all for this lecture. Balance will be discussed in the next lecture. Thank you.